ഹായ് ഡിയർ സ്റ്റുഡൻസ്, ഇന്ന് നമ്മൾ ആൾട്ടർനേറ്റിംഗ് കറൻസ് എന്ന് പറയുന്ന ചാപ്റ്ററിന്റെ 7ാമത്തെ ചാപ്റ്ററിന്റെ 3ാമത്തെ ക്ലാസ്സിലേക്കാണ് പ്രവേശിക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ നടത്തിയതിന്റെ ഒരു തുടർച്ച തന്നെയാണ് ഇന്നത്തെ ക്ലാസ്. കഴിഞ്ഞ ക്ലാസ് നന്നായി കണ്ട് മനസ്സിലാക്കിയതിന് ശേഷം മാത്രമേ ഇന്നത്തെ ക്ലാസ് കാണാൻ പാടുള്ളൂ. നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ടോപ്പിക് AC സർക്യൂട്ട്സ് ആണ്. AC സർക്യൂട്ട്സിൽ ആദ്യം നമ്മൾ ചർച്ച ചെയ്തത് റെസിസ്റ്റൻസ് മാത്രം ഉള്ള ഒരു സർക്യൂട്ടാണ്. രണ്ടാമത് ചർച്ച ചെയ്തത് ഇൻഡക്ടർ മാത്രമുള്ള AC സർക്യൂട്ടാണ്. ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് കപ്പാസിറ്റർ മാത്രമുള്ള AC സർക്യൂട്ടും അതുപോലെ തന്നെ സീരീസ് ആയിട്ട് ഇൻഡക്ടറും കപ്പാസിറ്ററും റെസിസ്റ്ററും കൂടി കണക്ട് ചെയ്ത AC സർക്യൂട്ടാണ്. ഇതിൽ നിന്ന് പബ്ലിക് എക്സാമിനേഷന് ഏതെങ്കിലും ഒരു സർക്യൂട്ട് എക്സാമിന് ചോദിച്ചിരിക്കും, ഉറപ്പാണ്. അപ്പൊ നമുക്ക് ആദ്യത്തെ സർക്യൂട്ടിലേക്ക് പോവാം. ഇന്നത്തെ, അതായത് കഴിഞ്ഞ 2 സർക്യൂട്ടുകൾക്ക് ശേഷമുള്ള 3ാമത്തെ സർക്യൂട്ട് കപ്പാസിറ്റർ ഓൺലി AC സർക്യൂട്ട്. സി ഓൺലി സർക്യൂട്ട്, കപ്പാസിറ്റർ ഓൺലി സർക്യൂട്ട്. നോക്കാം, AC സർക്യൂട്ട് ഞാൻ പറഞ്ഞു തരുന്ന പോലെ തന്നെ നിങ്ങൾ പഠിക്കണം. ആദ്യം നമുക്കൊരു ഡയഗ്രാം വരയ്ക്കണം. എങ്ങനെ ഡയഗ്രാം ഉണ്ടാവുക? ഒരു കപ്പാസിറ്ററിനെ കാണിക്കാൻ എല്ലാവർക്കും അറിയാം. ഓക്കെ, കപ്പാസിറ്റർ കാണിച്ചു. ഇനി ഒരു AC സോഴ്സിനെ കാണിക്കണം. AC സോഴ്സ് എങ്ങനെ കാണിക്കാമെന്നും എല്ലാവർക്കും അറിയാം അല്ലെ? ഇങ്ങനെയല്ല AC സോഴ്സിനെ കാണിക്കുക, DC അല്ല, AC സോഴ്സിനെ കാണിച്ചു. ഇനി നമ്മൾ അവിടെ ഇൻസ്റ്റന്റേനിയസ് വോൾട്ടേജ് എഴുതാൻ പോവാണ്. വാട്ട് ഈസ് ഇൻസ്റ്റന്റേനിയസ് വോൾട്ടേജ്? V is equal to നമ്മൾ അപ്ലൈ ചെയ്യുന്ന വോൾട്ടേജ് V0 സൈൻ ഒമേഗ ടി. ടി ഇൻസ്റ്റന്റില് ഈ കപ്പാസിറ്ററിന് അക്രോസ് ഈ AC സോഴ്സ് കൊടുക്കുന്ന വോൾട്ടേജ് ആണ് V is equal to V0 സൈൻ ഒമേഗ ടി. ഞാൻ പറയും എന്താണ് ഇൻസ്റ്റന്റേനിയസ് വോൾട്ടേജ് എന്ന് പറയും. അതിൽ V0 എന്താണ്? മാക്സിമം വാല്യൂ ഓഫ് വോൾട്ടേജ് ആണ്. ഒമേഗ എന്താണ്? ആംഗുലാർ ഫ്രീക്വൻസി ആണ്. ടി എന്താണ്? ആ ഇൻസ്റ്റന്റ് ആണ്. ഓക്കെ, അപ്പൊ V is equal to V0 സൈൻ ഒമേഗ ടി. ആർക്ക് അക്രോസ് ആണ് കൊടുത്തത്? സി കപ്പാസിറ്റൻസ് ഉള്ള ഒരു കപ്പാസിറ്ററിന് അക്രോസ് ആണ്. നമുക്കിനി എന്താ കാണേണ്ടത്? കഴിഞ്ഞ ടോപ്പിക്കിൽ കണ്ട പോലെ കറന്റിനെ കാണണം, കറന്റും വോൾട്ടേജും തമ്മിലുള്ള ഫേസ് ആംഗിൾ കാണണം, അവരെ കാണിക്കുന്ന ഗ്രാഫിക്കൽ വേരിയേഷൻ കാണിക്കണം, ഫേസർ ഡയഗ്രാം വരയ്ക്കണം. AC-യിലും DC-യിലും ഇവർ എങ്ങനെയാണ് പെരുമാറുക എന്ന് മനസ്സിലാക്കണം. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ചർച്ച ചെയ്യുന്നത്. നോക്കുക, അപ്പൊ കറണ്ട് കാണാൻ കപ്പാസിറ്ററിലെ വോൾട്ടേജും കറന്റും തമ്മിലുള്ള ബന്ധം എന്താണ്? കപ്പാസിറ്ററിൽ വോൾട്ടേജും കറന്റും തമ്മിലുള്ള ബന്ധം കാണാൻ ഒന്ന് നിങ്ങൾ ശ്രദ്ധിക്കുക. നമുക്ക് അറിയാവുന്ന കാര്യം Q is equal to C into V അല്ലെ? ഒരു കപ്പാസിറ്ററിന്റെ ചാർജും കറണ്ട് കാണണമെങ്കിൽ നമുക്ക് ചാർജിന്റെ റേറ്റ് ഓഫ് ചേഞ്ച് ആണ്. ചാർജും വോൾട്ടേജും അതായത് പൊട്ടൻഷ്യൽ ഡിഫറൻസും കപ്പാസിറ്റൻസും തമ്മിലുള്ള ബന്ധം Q is equal to CV. ഞാൻ 2 ഭാഗത്തൊന്ന് ഡിഫറൻഷിയേറ്റ് ചെയ്യാണ്. അപ്പൊ dQ by dt ഇവിടെ ഡിഫറൻഷിയേറ്റ് ചെയ്തു, ടൈമിൽ ഡിഫറൻഷിയേറ്റ് ചെയ്തു. അതായത് റേറ്റ് ഓഫ് ഫ്ലോ ഓഫ് ചാർജ് അല്ലെങ്കിൽ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ചാർജ് ഈക്വൽ ടു C is a constant ആണ്, കപ്പാസിറ്റൻസ് is a constant ആണ്. അപ്പൊ C നെ ഡിഫറൻഷിയേറ്റ് ചെയ്യണ്ട, ബാക്കി V നെ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ dV by dt. ഇപ്പൊ നമുക്ക് വേണ്ട റിലേഷനിലേക്ക് എത്താറായി. വാട്ട് ഈസ് dQ by dt? ദാറ്റ് ഈസ് കറന്റ്. സോ കപ്പാസിറ്ററിലുള്ള കറന്റ് ആണ് I ഈക്വൽ ടു C dV by dt. അപ്പൊ ഇതാണ് കറന്റും വോൾട്ടേജും തമ്മിലുള്ള ബന്ധം. എവിടെ? കപ്പാസിറ്ററിൽ. റെസിസ്റ്ററിൽ കറന്റും വോൾട്ടേജും തമ്മിലുള്ള റിലേഷൻ V is equal to IR ആയിരുന്നു. ഇൻഡക്ടറിൽ കറന്റും വോൾട്ടേജും തമ്മിലുള്ള ബന്ധം V is equal to L di by dt ആയിരുന്നു. ഇപ്പൊ നമുക്ക് കിട്ടിയത് ഇവിടെ കറന്റ് is equal to C dV by dt ആണ്. നമുക്ക് കറന്റിന്റെ നേരിട്ടുള്ള എക്സ്പ്രഷൻ കിട്ടാൻ പോവാണ്. അപ്പൊ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ I is equal to ആരാണ്? V0 സൈൻ ഒമേഗ ടി ആണ്. അപ്പൊ C d by dt ഓഫ് V0 സൈൻ ഒമേഗ ടി. ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നു, നോക്കിക്കോളൂ. C അവിടെ കോൺസ്റ്റന്റ് പുറത്തേക്ക് പോട്ടെ, V0 കോൺസ്റ്റന്റ് ആണ്, അവിടെ പുറത്തേക്ക് വരട്ടെ, ഒമേഗ കോൺസ്റ്റന്റ് ആണ്, പുറത്തേക്ക് വരട്ടെ. സൈൻ ഒമേഗ ടിനെ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ കോസ് ഒമേഗ ടി ആണ്. ഓക്കെ, അപ്പൊ സൈൻ ഒമേഗ ടിനെ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ ഒമേഗ കോസ് ഒമേഗ ടി ആണ്. കോൺസ്റ്റന്റ് പുറത്തേക്ക് പോകണം, സൈനെ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ കോസ് ആണ്. സൈൻ എ തീറ്റയെ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ എ കോസ് എ തീറ്റ. ഉള്ളിൽ കോൺസ്റ്റന്റ് ഉണ്ടെങ്കിൽ അത് പുറത്തിടണം, പിന്നെ സൈനെ കോസ് ആക്കി എഴുതണം. അപ്പൊ നമുക്ക് കിട്ടി. ഇതിനെ ഞാൻ ഒന്നുകൂടി വൃത്തിയാക്കി എഴുതാൻ പോവാണ്. I is equal to V0 കോസ് ഒമേഗ ടി അവിടെ കിടക്കട്ടെ, ഡിവൈഡഡ് ബൈ ഈ ഒമേഗ സി എന്നുള്ളതിനെ ഞാൻ ഒന്ന് 1 by ഒമേഗ സി കൊണ്ട് ഡിവൈഡ് ചെയ്യും. എന്തിനാണെന്നുള്ളത് നമുക്ക് വല്ല മനസ്സിലാവും. 1 by ഒമേഗ സി എന്ന് പറഞ്ഞാൽ ഒമേഗ സി മുകളിൽ കയറി. അപ്പൊ സി ഒമേഗ എന്നുള്ളതിനെ ഞാൻ ഡിവൈഡഡ് ബൈ 1 by ഒമേഗ സി, ഒമേഗ സി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നതിന് പകരം 1 by ഒമേഗ സി കൊണ്ട് ഡിവൈഡ് ചെയ്യും. ഇനി നോക്കൂ, വാട്ട് ഈസ് V0 by 1 by ഒമേഗ സി? നമ്മൾ മുമ്പ് V0 by R I0 ആയിരുന്നു, മാക്സിമം വാല്യൂ ഓഫ് കറന്റ്. V0 by ഒമേഗ L കഴിഞ്ഞ ക്ലാസ്സിൽ ഇൻഡക്ടർ ഓൺലി സർക്യൂട്ട് I0 ആയിരുന്നു. അവിടെ R റെസിസ്റ്റൻസ് ആയിരുന്നു, ഒമേഗ L ഇൻഡക്റ്റീവ് റിയാക്ടൻസ് ആയിരുന്നു.
അതുപോലെ ഇവിടെയും നമ്മൾ എഴുതാൻ പോവാണ് V0 by 1 by omega c യെ നമുക്ക് I0 എന്ന് വിളിക്കാം. എല്ലാം കോൺസ്റ്റന്റുകളാണ്. cos omega t യുടെ വാല്യൂ 1 കൊടുത്താൽ ഇതായിരിക്കും അതിന്റെ മാക്സിമം വാല്യൂ കറന്റിന്റെ. സോ I0 ആണ്, ദാറ്റ് ഈസ് മാക്സിമം കറന്റ്. മാക്സിമം കറന്റ്. അപ്പൊ V0 by 1 by omega c I0 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമ്മുടെ ഇക്വേഷൻ I equal to I0 മുമ്പ് ചെയ്തിരുന്ന അതേപോലെ തന്നെ cos omega t, ഇക്വേഷൻ നമ്പർ 2. ഒന്നുകൂടി വേണമെങ്കിൽ മാറ്റി എഴുതാം. I equal to I0 cos theta is sin 90 plus theta അല്ലെ. cos theta is equal to sin 90 plus theta ആണ്. അതുകൊണ്ട് cos omega t ക്ക് പകരം sin 90 അല്ലെങ്കിൽ omega t plus 90 എന്ന് എഴുതാം, അല്ലെങ്കിൽ 90 plus omega t എന്ന് എഴുതാം. സോ omega t plus pi by 2. ഓക്കെ, ഇക്വേഷൻ നമ്പർ ഇത് രണ്ടെണ്ണം തന്നെയാണ്. cos omega t is equal to sin omega t plus pi by 2 എന്ന് എഴുതി. cos theta is equal to sin theta plus 90 degree എന്ന് എഴുതി. അതെന്തിനാ അങ്ങനെ എഴുതിയത്? ഇതിനായിട്ട് കമ്പയർ ചെയ്യാൻ വേണ്ടിട്ട്. എത്ര നമുക്ക് നല്ല വേഗത്തിൽ മനസ്സിലാവും. V is equal to V0 sin omega t ആയിരുന്നു ഇൻസ്റ്റന്റേനിയസ് വോൾട്ടേജ്. I is equal to V is equal to നമ്മൾ ആദ്യം ഇക്വേഷൻ കൂടി എഴുതാം. V0 sin omega t ഇക്വേഷൻ നമ്പർ 1 ആയിരുന്നു. ആ സമയത്തുള്ള കറന്റ് ആണ് കിട്ടിയത് I0 sin omega t plus pi by 2 അല്ലെങ്കിൽ I is equal to I0 cos omega t രണ്ടെണ്ണം തന്നെ. ഇപ്പൊ ഇത് കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് എളുപ്പമായില്ലേ? നോക്കൂ, ഇവിടെ sin omega t ആകുമ്പോൾ sin omega t plus pi by 2 എന്ന് പറഞ്ഞു. അപ്പൊ വിയും ഐയും തമ്മിൽ ഒരേ ഫേസ് അല്ല, ഫേസ് ഡിഫറൻസ് ഉണ്ട്. എത്രയാണ് ഫേസ് ഡിഫറൻസ്? 90 ഡിഗ്രി ഫേസ് ഡിഫറൻസ് ഉണ്ട്. pi by 2 റേഡിയൻ ഫേസ് ഡിഫറൻസ് ഉണ്ട്. ആരാണ് മുന്നിൽ, ആരാണ് പിന്നില്? നമ്മൾ പറഞ്ഞിരുന്നു റെസിസ്റ്റൻസ് ഓൺലി സർക്യൂട്ടിൽ കറന്റും വോൾട്ടേജും സെയിം ഫേസിലായിരുന്നു. ഇൻഡക്ടർ ഓൺലി സർക്യൂട്ടിൽ കറന്റ് വോൾട്ടേജിനേക്കാൾ pi by 2 റേഡിയൻ അല്ലെങ്കിൽ 90 ഡിഗ്രി പിറകിലായിരുന്നു. ഇപ്പൊ കിട്ടിയത് എന്താണ് മക്കളെ? ഒമേഗ ടി പ്ലസ് പൈ ബൈ 2 കറന്റ് പൈ ബൈ 2 മുന്നിലാണ്, പ്ലസ് പൈ ബൈ 2 ആണ്. അപ്പൊ വോൾട്ടേജ് പിന്നിലാണ്. കറന്റ് ലീഡ്സ് ദ വോൾട്ടേജ് ബൈ കറന്റ് ലീഡ്സ് ബോട്ടം. നേരത്തെ കറന്റ് ലാഗ്സ് നൽകി. ലീഡ്സ് ദ വോൾട്ടേജ് ബൈ പൈ ബൈ 2 റേഡിയൻ ഇൻ എ കപ്പാസിറ്റർ ഓൺലി സർക്യൂട്ട്. അപ്പൊ കപ്പാസിറ്റർ ഓൺലി സർക്യൂട്ട് കറന്റ് ആണ് ലീഡ് ചെയ്യുക, വോൾട്ടേജ് ലാഗ് ചെയ്യുകയാണ്. എത്രയാണ് വ്യത്യാസം? പൈ ബൈ 2. ഇൻഡക്ടർ ഓൺലി സർക്യൂട്ടിൽ വോൾട്ടേജ് ആണ് ലീഡ് ചെയ്യുക, കറന്റ് ലാഗ് ചെയ്യുകയായിരുന്നു. എത്രയായിരുന്നു വ്യത്യാസം? പൈ ബൈ 2 റേഡിയൻ തന്നെയായിരുന്നു. ഓക്കെ, അപ്പൊ നമുക്ക് രണ്ട് കാര്യങ്ങൾ വരയ്ക്കാനുണ്ട്. ഏതൊക്കെയാണ്? ഫേസർ ഡയഗ്രം വരയ്ക്കാനുണ്ട്, അതുപോലെ തന്നെ വാരിയേഷനും കാണിക്കാനുണ്ട്. അതിനു മുമ്പ് നമുക്ക് ഇവിടെ ഈ ഇക്വേഷൻ ഒന്നും കൂടി നോക്കാം. മാക്സിമം വാല്യൂ ഓഫ് കറന്റ് എഴുതിയ ഇക്വേഷൻ ഒന്ന് നന്നായി നോക്കൂ. എന്താണെന്ന് മനസ്സിലായത്? വോൾട്ടേജിനെ തടസ്സം കൊണ്ടടിച്ചാൽ നമുക്ക് കറന്റിനെ കിട്ടും അല്ലെ. അപ്പൊ ഇവിടെ തടസ്സത്തിന്റെ സ്ഥാനത്ത് ആരാണ്? തടസ്സത്തിന്റെ സ്ഥാനത്ത് ആരാണ്? 1 by omega c ആണ്. ആ തടസ്സത്തിനെ വിളിക്കുന്ന പേരാണ് കപ്പാസിറ്റീവ്. നേരത്തെ നമ്മൾ ഇൻഡക്ടർ ഓഫർ ചെയ്യുന്ന തടസ്സത്തിനെ, കറന്റിനെ തടസ്സപ്പെടുത്തുന്നതിനെ പറയുന്ന പേര് ഇൻഡക്റ്റീവ് റിയാക്ടൻസ് എന്നായിരുന്നു. ഇവിടെ കപ്പാസിറ്റർ ഓഫർ ചെയ്യുന്നതിന് പറയാം കപ്പാസിറ്റേറ്റീവ് റിയാക്ടൻസ്. ഉപയോഗിക്കുന്ന അക്ഷരം XC ഈക്വൽ ടു ഏതാണ് വന്നത്? V0 by ഇത്രയാണ് കറന്റ്. അപ്പൊ V0 by ആ തടസ്സം എത്രയാണ്? ഒമേഗ സി അല്ല, 1 by omega c. So the opposition offered by capacitor in a circuit is called capacitive reactance. Capacitative എന്ന് പറയേണ്ട ആവശ്യമില്ല, capacitive reactance എന്ന് പറഞ്ഞാൽ മതി. Capacitive reactance XC equal to 1 by omega c. ഇതിൽ നിന്ന് നമുക്ക് ചില കാര്യങ്ങൾ മനസ്സിലാക്കാം. For DC omega equal to 0, ഫ്രീക്വൻസി 0 ആണ്, അതുകൊണ്ട് ആംഗിൾ ഓഫ് ഫ്രീക്വൻസി 0 ആണ്. Therefore XC is equal to 1 by 0 equal to infinity. ഇൻഫിനിറ്റി ആയാൽ വളരെ കൂടുതലായി എന്നർത്ഥം. എന്നാൽ എന്താണ് അർത്ഥം? AC യെ നന്നായി തടയും. തടസ്സം നല്ല കൂടുതലാണ് പറഞ്ഞതിന്റെ അർത്ഥം. അപ്പൊ AC വരുമ്പോ തടയും. നേരത്തെ എന്തായിരുന്നു? AC വരുമ്പോൾ DC വരുമ്പോൾ, DCക്കാണ് നമ്മളിപ്പോ പറഞ്ഞത് ഒമേഗ 0, അതുകൊണ്ട് കപ്പാസിറ്റീവ് റിയാക്ടൻസ് ഇൻഫിനിറ്റി ആയി. അപ്പൊ DC വരുമ്പോൾ ബ്ലോക്ക് ചെയ്യും. അതേസമയത്ത് അപ്പുറത്ത് ഇൻഡക്റ്റീവ് റിയാക്ടൻസ് ഒമേഗ ആയിരുന്നു. ഒമേഗ 0 ആയതുകൊണ്ട് DCക്ക് യാതൊരു തടസ്സവും ഉണ്ടായിരുന്നില്ല. അപ്പൊ DCയെ തടയാതെ കടത്തിവിടുന്നവനാണ് ഇൻഡക്ടർ, പക്ഷെ DCയെ ബ്ലോക്ക് ചെയ്യുന്നവനാണ്. അപ്പൊ ബ്ലോക്സ് DC. ആര്? കപ്പാസിറ്റർ. അതേസമയത്ത് ഫോർ AC ആണ് വരുന്നതെങ്കിൽ
ഒമേഗ ഇസ് ഈക്വൽ ടു ലാർജ് ആണ്, വളരെ കൂടുതലാണ്. അതുകൊണ്ട് എക്സ് സി ഇസ് ഈക്വൽ ടു സ്മോൾ ആണ് അല്ലെ. ഒമേഗ ലാർജ് ആയതുകൊണ്ട് 1/ωc സ്മോൾ ആയി. Therefore allows, തടസ്സം കുറവാണ്, allows AC. അപ്പൊ എ സിയെ കടത്തിവിടുകയും ഡി സിയെ ബ്ലോക്ക് ചെയ്യുകയും ചെയ്യും ആര്? കപ്പാസിറ്റർ. തിരിച്ച് ഇൻഡക്ടർ എ സിയെ കടത്തിവിടുകയും എ സിയെ ബ്ലോക്ക് ചെയ്യുകയും ഡി സിയെ കടത്തിവിടുകയും ചെയ്യും. ഡി സിയെ കടത്തിവിടും, എ സിയെ ബ്ലോക്ക് ചെയ്യും ഇൻഡക്ടർ. കപ്പാസിറ്റർ ഡി സിനെ ബ്ലോക്ക് ചെയ്യും, എ സിനെ കടത്തിവിടും. എ സിയെയും ഡി സിയെയും ഒരേപോലെ ബ്ലോക്ക് ചെയ്യുന്നവനാണ് റെസിസ്റ്റർ. അപ്പൊ റെസിസ്റ്റൻസ് ഈസ് ഇൻഡിപെൻഡന്റ് ഓഫ് ഫ്രീക്വൻസി വൈൽ റിയാക്ടൻസ് ഡിപ്പെൻഡ്സ് ഓൺ ഫ്രീക്വൻസി. ഇൻഡക്റ്റീവ് റിയാക്ടൻസ് ഈസ് XL equal to ωL, ദാറ്റ് ഈസ് പ്രൊപ്പോർഷണൽ ടു ഫ്രീക്വൻസി. സോ ഫ്രീക്വൻസി കൂടുമ്പോൾ കൂടും. അപ്പൊ എ സിയെ നന്നായി തടയും. ഡി സിക്ക് ഫ്രീക്വൻസി കുറവായതുകൊണ്ട് 0 ആയതുകൊണ്ട് തടയില്ല. അതേസമയത്ത് കപ്പാസിറ്റീവ് റിയാക്ടൻസ് ഈസ് 1/ωc, ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ഫ്രീക്വൻസി. അപ്പൊ ഫ്രീക്വൻസി കുറവാകുമ്പോൾ, അതായത് ഡി സിക്ക് വലിയ തടസ്സമായി മാറും, ഇൻഫിനിറ്റ് ആയിട്ട് മാറും ഒമേഗ 0 ആകുമ്പോൾ, ഡി സി ആകുമ്പോൾ. അതേസമയത്ത് എ സി വരുന്ന സമയത്ത് ഒമേഗ ലാർജായി, അതുകൊണ്ട് കപ്പാസിറ്റീവ് റിയാക്ടൻസ് കുറയും, എ സിയെ കടത്തിവിടും. അപ്പൊ എ സിയെ അലൗസ്, ഡി സിയെ ബ്ലോക്സ് എന്ന് പറഞ്ഞാൽ കപ്പാസിറ്റർ ആണ്. എ സിയെ ബ്ലോക്സ്, ഡി സിയെ അലൗസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഡക്ടർ ആണ്. ബ്ലോക്സ് ബോത്ത് എ സി ആൻഡ് ഡി സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെസിസ്റ്റർ ആണ്. അപ്പൊ റെസിസ്റ്റൻസ് ഈസ് independent of frequency, while inductive reactance is directly proportional to frequency, while capacitive reactance is inversely proportional to frequency of the applied voltage. Clear ആയല്ലോ അല്ലെ? ഇനി നമുക്ക് ഗ്രാഫ് വരയ്ക്കാനുണ്ടല്ലോ മക്കളെ. ഗ്രാഫ് ഒന്ന് വരയ്ക്കാം. നമുക്ക് ഗ്രാഫും വരയ്ക്കണം. പിന്നെന്താ വരയ്ക്കേണ്ടത്? we have to draw the phasor diagram. അപ്പൊ നമുക്ക് എന്തായിരിക്കും ഗ്രാഫിന്റെ ഷേപ്പ് ഉണ്ടാവുക? ആദ്യം നമുക്ക് ഈ കോസ് ഒമേഗ ടി സൈൻ ഒമേഗ ടി തമ്മിലുള്ള ഗ്രാഫ് വരയ്ക്കാൻ ശ്രമിക്കാം. നോക്കാട്ടോ. ആദ്യം ഞാൻ വോൾട്ടേജിനെ കാണിക്കുന്നു. വോൾട്ടേജിന്റെ ഗ്രാഫ് സൈൻ ഒമേഗ ടി ഗ്രാഫ് ആയതുകൊണ്ട് ഇങ്ങനെ ആണ്. ദിസ് റെപ്രസെന്റ്സ് വോൾട്ടേജ്, ദിസ് ഇസ് റെപ്രസെന്റിംഗ് വോൾട്ടേജ്. ഇനി ഞാൻ കറന്റ്, അപ്പൊ ഇവിടെ ആരെയാണ് വോൾട്ടേജിന് എടുത്തു, ഇവിടെ ഞാൻ ടൈമിന് എടുത്തു. ടൈം അല്ലെങ്കിൽ ഒമേഗ ടി എടുക്കാട്ടോ. ഒമേഗ ടി എടുക്കണമെങ്കിൽ 0 π/2 π 3π/2 2π. ശരി. ഇനി ഞാൻ കോസ് ഒമേഗ ടി I0 കോസ് ഒമേഗ ടി എന്നുള്ള ഗ്രാഫ് വരച്ചാൽ മതി. സൈൻ ഒമേഗ ടി പ്ലസ് π/2 വരയ്ക്കുന്നതിനേക്കാളും സുഖം I0 കോസ് ഒമേഗ ടി കറന്റിന്റെ ഗ്രാഫ് വരയ്ക്കാൻ. അപ്പൊ ഒമേഗ ടി 0 അല്ലെങ്കിൽ ഒമേഗ ടി 0 ആവുമ്പോൾ കോസ് 0 1 ആണ്. അപ്പൊ ഇവിടുന്ന് ആ ഗ്രാഫ് സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ ദിസ് ഈസ് നമുക്ക് മാക്സിമം വാല്യൂ ഓഫ് കറന്റ് I0. അത് കഴിഞ്ഞ് ഒമേഗ ടി π/2 ആവുമ്പോൾ കോസ് ഒമേഗ ടി കോസ് π/2 0 ആവും, കറന്റ് 0. പിന്നെ ഒമേഗ ടി പൈ ആവുമ്പോൾ കോസ് ഒമേഗ ടി കോസ് പൈ -1 ആവും, ഉത്തരം -I0. അപ്പൊ ഇവിടെ പിന്നെയോ 270 ഡിഗ്രി അല്ലെങ്കിൽ 3π/2 വരുമ്പോൾ 0 ആയിട്ട് മാറും. അപ്പൊ 2π ആവുമ്പോൾ കോസ് 2π is 1 ആണ്, π is equal to I0 തുടങ്ങിയോടത്തേക്ക് വെച്ചു. അപ്പൊ ദിസ് ഈസ് ഗ്രാഫ്. എന്തിന്റെ ഗ്രാഫാണ്? കറന്റിന്റെ ഗ്രാഫ്. ഇതൊക്കെ ക്ലിയർ ആയി. വോൾട്ടേജ് 0 കറന്റ് മാക്സിമത്തിലാണ്. വോൾട്ടേജ് മാക്സിമത്തിൽ പോയപ്പോൾ കറന്റ് 0 ഇറങ്ങി. വോൾട്ടേജ് 0 ഇറങ്ങിയപ്പോൾ കറന്റ് അപ്പോഴേക്ക് മുന്നിൽ പോയിട്ട് മൈനസ് മാക്സിമത്തിലേക്ക് എത്തി, നെഗറ്റീവ് മാക്സിമത്തിലെത്തി. വോൾട്ടേജ് നെഗറ്റീവ് മാക്സിമത്തിലെപ്പോൾ കറന്റ് വീണ്ടും തിരിച്ച് 0 കയറി. വോൾട്ടേജ് തിരിച്ച് 0 എത്തിയപ്പോൾ കറന്റ് പ്ലസ് മാക്സിമത്തിലേക്ക് എത്തി. അതായത് കറന്റ് ആണ് മുന്നില്, വോൾട്ടേജ് പിന്നിലാണ്. അതായത് കറന്റ് ലീഡ്സ്. ഞാൻ നമ്മൾ എഴുതിയിരുന്നു കറന്റ് ലീഡ്സ് ബൈ π/2 റേഡിയൻ. ഫേസർ ഡയഗ്രാം വരയ്ക്കണം. ഫേസർ ഡയഗ്രാം വരയ്ക്കാൻ ഞാൻ നേരത്തെ എളുപ്പ വഴി പറഞ്ഞിരുന്നു. എപ്പോഴും പോസിറ്റീവ് എക്സ് ആക്സിസിൽ കറന്റിനെ കാണിക്കുക. പോസിറ്റീവ് എക്സ് ആക്സിസിൽ കറന്റിനെ കാണിക്കുക. അങ്ങനെയാണെങ്കിൽ വോൾട്ടേജിനെ റെപ്രസെന്റ് ചെയ്യണം. വോൾട്ടേജ് എന്താണെന്ന് പറഞ്ഞത്? കറന്റ് ലീഡ് ചെയ്യാണ്, അതുകൊണ്ട് വോൾട്ടേജ് ലാഗ് ചെയ്യാണ്. ലീഡ് ചെയ്യുകയാണെങ്കിൽ ആന്റി ക്ലോക്ക് വൈസ് ആയിട്ട് തിരിക്കുക. കഴിഞ്ഞ ടോപ്പിക്കിൽ നമ്മൾ പഠിച്ചു. ലാഗ് ചെയ്യുകയാണെങ്കിൽ ക്ലോക്ക് വൈസ് ആയിട്ട് തിരിക്കുക. പിന്നിലാണെങ്കിൽ ക്ലോക്ക് വൈസ് ആയിട്ട് തിരിക്കുക. ഇവിടെ വോൾട്ടേജ് പിന്നിലാണ്, കറന്റ് മുന്നിലാണ്. അതുകൊണ്ട് ക്ലോക്ക് വൈസ് ആയിട്ട് തിരിക്കുക. കറന്റിൽ നിന്ന് എത്ര തിരിക്കണം? π/2 തിരിക്കണം. π/2 റേഡിയന്റെ വ്യത്യാസം. ഇവിടെ ഇക്വേഷൻ എഴുതിയിട്ട് π/2. അപ്പൊ π/2 കൊണ്ട് പോസിറ്റീവ് ആക്സിസിന് π/2 ക്ലോക്ക് വൈസ് ആയിട്ട് തിരിച്ചാൽ നെഗറ്റീവ് y ആക്സിസിൽ പോകും. സോ ദിസ് വിൽ ബി v and this is theta equal to π/2 and this is phasor diagram അല്ലെങ്കിൽ വെക്ടർ ഡയഗ്രാം എന്നും നമുക്ക് പറയാം. രണ്ട് ചോദിച്ചാലും നിങ്ങൾ ഇത് എഴുതിക്കോളൂ കേട്ടോ. വെക്ടർ ഡയഗ്രാം അല്ലെങ്കിൽ ഫേസർ ഡയഗ്രാം. ക്ലിയർ ആയല്ലോ? ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ കപ്പാസിറ്റർ ഓൺലി സർക്യൂട്ടിൽ അറിയേണ്ടത്.
അപ്പോൾ ഞാൻ കൺക്ലൂഡ് ചെയ്ത് തരാം. കപ്പാസിറ്റർ ഓൺലി സർക്യൂട്ടിൽ എന്താണ് വി സമം V0 സൈൻ ഒമേഗ ടി ആണ്. നമുക്ക് ഐയും വിയും തമ്മിലുള്ള ബന്ധം I is equal to C dV by dt ആണ്. എവിടുന്ന് കിട്ടി? Q സമം CV നെ ഡിഫറൻഷിയേറ്റ് ചെയ്തപ്പോൾ കിട്ടി. അങ്ങനെ ഉത്തരം നമുക്ക് കിട്ടിയത് എന്തായിരുന്നു? I is equal to നമുക്ക് കിട്ടിയത് V0 by 1 by omega C cos omega t എന്ന് കിട്ടും. ആ V0 by 1 by omega C യെ മാക്സിമം വാല്യൂ ഓഫ് കറണ്ട് I0 ആയിട്ട് വിളിച്ചു. അങ്ങനെ വിളിക്കുമ്പോൾ V0 നെ ഡിവൈഡ് ചെയ്തിട്ടുള്ള സാധനത്തിനെ നമുക്ക് ഒപ്പോസിഷൻ എന്ന് പറയാം. അങ്ങനെ കപ്പാസിറ്റർ ഓഫർ ചെയ്യുന്ന ഒപ്പോസിഷനെ നമ്മൾ കപ്പാസിറ്റീവ് റിയാക്ടൻസ് എന്ന് വിളിച്ചു. XC എന്ന് കാണിച്ചു. ആ XC is equal to 1 by omega C എന്ന് എഴുതി. അത് ഫ്രീക്വൻസിക്ക് ഇൻവേഴ്സിലി പ്രൊപ്പോർഷണൽ ആണെന്ന് മനസ്സിലായി. അപ്പൊ DC യെ സംബന്ധിച്ചിടത്തോളം ഒമേഗ 0 ആയതുകൊണ്ട് ഇൻഫിനിറ്റ് ആയിട്ടുള്ള റിയാക്ടൻസ് ആണ്, നന്നായി തടയും. AC യെ സംബന്ധിച്ചിടത്തോളം ഒമേഗ കൂടുതലായതുകൊണ്ട് ഈ തടസ്സം 1 by omega C കുറയുകയും AC യെ കടത്തിവിടുകയും ചെയ്യും. അപ്പൊ AC യെ allows to pass, DC യെ ബ്ലോക്ക് ചെയ്യും. പിന്നെ നമ്മൾ ഈ പറഞ്ഞ ഫേസർ ഡയഗ്രാം വരച്ചു, ഗ്രാഫും വരച്ചു. ക്ലിയർ ആയല്ലോ? അപ്പൊ ഇത്രയും കാര്യങ്ങളും നന്നായിട്ട് മനസ്സിലാക്കുക. അപ്പൊ 3 സർക്യൂട്ടുകൾ നമ്മൾ ചെയ്തു. അടുത്ത ക്ലാസ്സിൽ ഞാൻ LCR സർക്യൂട്ട് നമുക്ക് ചർച്ച ചെയ്യാം. ഇന്ന് ഇപ്പൊ നമുക്ക് തൽക്കാലം ഇത്രയും വരെ പഠിച്ചാൽ നിങ്ങൾക്കൊന്ന് ഉഷാറാക്കേണ്ടതുണ്ട്. അപ്പൊ ഒന്നും കൂടി കമ്പയർ ചെയ്യാൻ പോവാണേ. ഒന്ന്, വാട്ട് ഈസ് ഫേസർ ഡയഗ്രാം ഓർ വെക്ടർ ഡയഗ്രാം? ഇൻ ദ കേസ് ഓഫ് ആൾട്ടർനേറ്റിംഗ് കറന്റ്സ്, the voltage and current are treated as vectors. Actually they are current and voltage ഒക്കെ scalars ആണ്. പക്ഷെ ഇവിടെ നമുക്ക് പഠിക്കാൻ എളുപ്പത്തിന് they are treated as vectors or they are named as എന്തായിട്ട് പറയുന്നു? phasors. The vector diagram representing alternating voltage and alternating current as phasors with the phase angle between them is called phasor diagram. ഇവർ മുന്നിലാണോ പിന്നിലാണോ ഒപ്പാണോ എന്നൊക്കെ തിരിച്ചറിയാൻ വേണ്ടിയിട്ടുള്ള ആ ഇടയ്ക്കുള്ള ആംഗിളിനെ, നമുക്ക് അവസ്ഥയെ കാണിക്കുന്ന ആംഗിൾ ഉണ്ട്, അവരൊക്കെ ഇടയ്ക്കുള്ള ഡിഫറൻസിനെ കാണിക്കുന്ന ആംഗിളിനെ വിളിക്കുന്ന പേരാണ് ഫേസ് ആംഗിൾ. അത്രയും ക്ലിയർ ആണല്ലോ? 3 AC സർക്യൂട്ട്സ് ഇപ്പൊ നമ്മൾ ചർച്ച ചെയ്തു. റെസിസ്റ്റൻസ് ഓൺലി, ഇൻഡക്ടൻസ് ഓൺലി, കപ്പാസിറ്റൻസ് ഓൺലി. റെസിസ്റ്റൻസ് ഓൺലി സർക്യൂട്ടിൽ നമ്മൾ കണ്ടു ഇൻസ്റ്റന്റേനിയസ് വോൾട്ടേജ് നമ്മൾ അപ്ലൈ ചെയ്ത് V0 സൈൻ ഒമേഗ ടി ആയിരുന്നു. നമുക്ക് കിട്ടിയ കറന്റ് I I0 സൈൻ ഒമേഗ ടി ആയിരുന്നു. അവർ തമ്മിലുള്ള റിലേഷൻ V IR അല്ലെങ്കിൽ I V R ആയിരുന്നു. കറന്റും വോൾട്ടേജും ഒരേ ഫേസിലായി, രണ്ടും സൈൻ ഒമേഗ ടി എന്നാണ് കണ്ടത്. സോ ദർ ഇസ് നോ ഫേസ് ഡിഫറൻസ് ബിറ്റ്വീൻ കറന്റ് ആൻഡ് വോൾട്ടേജ്. ആൻഡ് ദ ഒപ്പോസിഷൻ resistance R is independent of frequency. So resistance blocks both AC and DC. ഫേസർ ഡയഗ്രാം വരയ്ക്കാൻ പഠിച്ചു. അപ്പൊ കറന്റും വോൾട്ടേജ് ഒരേ ഫേസിലാണ്. കറന്റ് 0-ലാകുമ്പോൾ വോൾട്ടേജ് 0-ൽ, വോൾട്ടേജ് മാക്സിമത്തിലാകുമ്പോൾ കറന്റ് മാക്സിമത്തിൽ, വോൾട്ടേജ് 0-ലേക്ക് ഇറങ്ങുമ്പോൾ കറന്റും 0-ലേക്ക് ഇറങ്ങും. ഒരാൾ നെഗറ്റീവ് പോകുമ്പോൾ മറ്റേ നെഗറ്റീവ് മാക്സിമത്തിൽ ഒപ്പം പോകും. അതേസമയത്ത് ഇൻഡക്ടർ ഓൺലി സർക്യൂട്ടിൽ നമ്മൾ കണ്ടു റിലേഷൻ എന്തായിരുന്നു? V L di by dt ആണ്. അതിൽ നിന്ന് അതിനെ കാണാൻ നമുക്ക് ഇന്റഗ്രേറ്റ് ചെയ്യേണ്ടി വന്നു. അപ്പൊ നമുക്ക് V സമം V0 സൈൻ ഒമേഗ ടി ആയിരുന്നു വോൾട്ടേജ് കൊടുത്തതെങ്കിൽ ഇന്റഗ്രേറ്റ് ഒക്കെ ചെയ്ത് അവസാനം കറന്റ് കിട്ടിയത് I I0 മൈനസ് കോസ് ഒമേഗ ടി ആയിരുന്നു. ഈ മൈനസ് കോസ് ഒമേഗ ടിക്ക് പകരം നമ്മൾ സൈൻ ഒമേഗ ടി മൈനസ് π/2 എന്ന് എഴുതി. അപ്പൊ I I0 മൈനസ് കോസ് ഒമേഗ ടി അല്ലെങ്കിൽ I I0 സൈൻ ഒമേഗ ടി മൈനസ് π/2 എന്ന് എഴുതി. ക്ലിയർ? ഇതിൽ I0 ആരായിരുന്നു? V0 ബൈ ഒമേഗ L ആയിരുന്നു. അങ്ങനെയാണ് ആ V0 ബൈ ഡിനോമിനേറ്ററിൽ കിടക്കുന്ന ആളെ തടസ്സം നമ്മൾ വിളിച്ചു. കാരണം വോൾട്ടേജിനെ തടസ്സം കൊണ്ടടിച്ചാലാണല്ലോ കറന്റ് കിട്ടുക. ആ തടസ്സത്തിന്റെ സ്ഥാനത്താണ് ഒമേഗ L വന്നത്. അതിനെ നമ്മൾ ഇൻഡക്റ്റീവ് റിയാക്ടൻസ് എന്ന് വിളിച്ചു. ആ ഇൻഡക്റ്റീവ് റിയാക്ടൻസ് ഒമേഗനായിട്ട് ബന്ധമുള്ളത് കൊണ്ടാണ് റിയാക്ടൻസ് എന്നുള്ള വാക്ക് ഉപയോഗിച്ചത്. അപ്പൊ ഇൻഡക്റ്റീവ് റിയാക്ടൻസിന്റെ യൂണിറ്റ് എന്താ? തടസ്സമാണ്, ഓം തന്നെയാണ്. ഇൻഡക്റ്റീവ് റിയാക്ടൻസിന്റെയും കപ്പാസിറ്റീവ് റിയാക്ടൻസിന്റെയും റെസിസ്റ്റൻസിന്റെയും ഒക്കെ യൂണിറ്റ് ചോദിച്ചാൽ ഓം. ഡയമെൻഷൻ ഫോർമുല ചോദിച്ചാൽ റെസിസ്റ്റൻസിന്റെ അതേ ഡയമെൻഷൻ ഫോർമുല തന്നെ, ഒന്നും കൺഫ്യൂഷൻ വേണ്ട. ഇനി ഫ്രീക്വൻസി കൂടുമ്പോൾ ഒമേഗ L കൂടും, അതുകൊണ്ട് AC യെ ബ്ലോക്ക് ചെയ്യും. ഒമേഗ 0 DCക്ക്, അതുകൊണ്ട് DC യെ കടത്തിവിടും പറഞ്ഞു. സൈൻ ഒമേഗ ടി മൈനസ് π/2 ആയിരുന്നു കറന്റ്, അതുകൊണ്ട് കറന്റ് ലാഗ് ചെയ്തു വോൾട്ടേജിനേക്കാൾ എന്ന് പറഞ്ഞു. കറന്റ് ലാഗ്സ് ബിഹൈൻഡ് ദ വോൾട്ടേജ് ബൈ എ ഫേസ് ആംഗിൾ π/2 റേഡിയൻ. ഫേസർ ഡയഗ്രാം വരച്ചു, അതേപോലെ തന്നെ നമ്മൾ ഗ്രാഫ് വരച്ചു. ഇപ്പൊ നമ്മൾ കപ്പാസിറ്റർ ഓൺലി സർക്യൂട്ടിൽ കറന്റും വോൾട്ടേജും തമ്മിലുള്ള റിലേഷൻ കണ്ടു. എന്താ കിട്ടിയത്? I C dV by dt ആണ്. അതിൽ നിന്ന് വോൾട്ടേജിനെ ഡിഫറൻഷിയേറ്റ് ചെയ്ത് കറന്റ് I0 cos ഒമേഗ ടി എന്ന് കിട്ടി. V V0 സൈൻ ഒമേഗ ടി ആയിരുന്നു വോൾട്ടേജ്. അപ്പൊ അവർ തമ്മിൽ π/2 വ്യത്യാസമാണ്. അതിന്റെ ഗ്രാഫ് വരച്ചു. ഈ I0 cos ഒമേഗ ടിനെ നമുക്ക് ഒന്നുകൂടി മാറ്റി എഴുതി I0 സൈൻ ഒമേഗ ടി പ്ലസ് π/2 എന്ന് എഴുതി.
അപ്പൊ നമുക്ക് മനസ്സിലായി കറണ്ട് ലീഡ് ചെയ്യാണ്, പ്ലസ് π/2 ആയതുകൊണ്ട് കറണ്ട് ലീഡ് ചെയ്യാണ് വോൾട്ടേജിനേക്കാൾ π/2 റേഡിയൻ എന്ന് മനസ്സിലായി. ഫേസർ ഡയഗ്രാം വരച്ചു, അതിന് ഗ്രാഫ് വാരിയേഷൻ വരച്ചു. ഈ I0ന്റെ സ്ഥാനത്ത് നമുക്ക് കിട്ടിയത് എന്തായിരുന്നു? V0/1/ωc ആണ്. അപ്പൊ ആ ഡിനോമിനേറ്റർ, വോൾട്ടേജിനെ ഹരിച്ച ആ ഡിനോമിനേറ്റർ 1/ωc നമ്മൾ കപ്പാസിറ്റീവ് റിയാക്ടൻസ് എന്ന് വിളിച്ചു. കപ്പാസിറ്റർ ഓഫ് ചെയ്യുന്ന യൂണിറ്റും ഓം തന്നെയാണ്. 1/ωc ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ഫ്രീക്വൻസി ആണ്. അപ്പൊ AC വരുമ്പോൾ തടസ്സം കുറവാണ്, AC യെ കടത്തിവിടും. DC വരുമ്പോൾ 1/ωc ൽ ഒമേഗ 0 ആയതുകൊണ്ട് ഇൻഫിനിറ്റി വരും, DC യെ നന്നായി ബ്ലോക്ക് ചെയ്യും. അപ്പൊ DC യെ ബ്ലോക്ക് ചെയ്യുന്നവനാണ്, AC യെ കടത്തിവിടുന്നവനാണ് കപ്പാസിറ്റൻസ് എന്ന് മനസ്സിലായി. ഇത്രയും കാര്യങ്ങളാണ് മനസ്സിലായത്. ഞാൻ ആ വേരിയേഷൻ ഒന്നും കൂടി എളുപ്പത്തിൽ പറഞ്ഞുതരാം. ഈ ഫേസിന്റെ കാര്യങ്ങൾ, ഈ റെസിസ്റ്റൻസ് ഓൺലി സർക്യൂട്ട് ഇപ്പത്തെ ഭാര്യ ഭർത്താക്കന്മാരെ പോലെയാണ്. ഭർത്താവ് എന്നുള്ളതുകൊണ്ട് വോൾട്ടേജിനെ നിങ്ങൾ കമ്പയർ ചെയ്തോളൂ, ഭാര്യ എന്നുള്ളതുകൊണ്ട് കറണ്ടിനെ കമ്പയർ ചെയ്തോളൂ. അപ്പൊ ഇപ്പത്തെ ഭാര്യയും ഭർത്താവും ഞങ്ങളുടെയൊക്കെ കാലം, നിങ്ങളുടെ കാലമല്ല, ഞങ്ങളുടെയൊക്കെ കാലം, ഭാര്യയും ഭർത്താവും ഒപ്പം നടക്കുക. ഭർത്താവ് എവിടെ ഉണ്ടോ ഭാര്യ എവിടെ ഉണ്ട്. ഭർത്താവ് ജോലിക്ക് പോകും, ഭാര്യയും ജോലിക്ക് പോകും. ഭർത്താവ് വീട്ടിലെ പണിയെടുക്കും, ഭാര്യയും വീട്ടിലെ പണിയെടുക്കും. എല്ലാവരും ഒരേപോലെ കല്യാണത്തിന് പോകും. എവിടെ മറുത്ത് രണ്ടാൾക്കാരും ഒന്നിച്ചു വന്നിരിക്കും. അപ്പോൾ എപ്പോഴും ഭാര്യയും ഭർത്താക്കന്മാരും സമത്വം വരുന്നതാണ് ഇപ്പോഴത്തെ കാലഘട്ടം. ഇതാണ് റെസിസ്റ്റൻസ് ഓൺലി സർക്യൂട്ട്. വോൾട്ടേജും കറണ്ടും ഒരുപോലെ. പണ്ടത്തെ കാലത്ത് ഇങ്ങനെയായിരുന്നില്ല. ഭർത്താവ് വീട്ടിന്റെ മുമ്പിലിരിക്കും, ഇമ്മറത്തിരിക്കും. ഭാര്യയ്ക്ക് ഇമ്മറത്തേക്ക് വരാൻ വയ്യ, അടുക്കളയിലാണ്, അരങ്ങത്തേക്ക് വരാൻ പറ്റില്ല എന്നല്ലേ പറഞ്ഞു കേട്ടേക്കണം. അപ്പൊ പഴയ കാലത്ത് നിങ്ങളുടെ മുത്തശ്ശന്റെയും അങ്ങനെയൊക്കെയുള്ള കാലഘട്ടത്തില് ഭർത്താവ് മുമ്പിലാണ്, ഇമ്മറത്താണ്, ഭാര്യ അടുക്കളയിലാണ്, ബാക്കിലാണ്. ഭർത്താവ് മുമ്പിൽ നടക്കും, ഭാര്യ ബാക്കിൽ നടക്കുള്ളൂ, ഒപ്പം നടക്കാൻ പറ്റില്ല. ഭർത്താവ് ജോലിക്ക് പോകും, ഭാര്യ വീട്ടിൽ തന്നെ ഇരുന്ന് പണിയെടുക്കണം. ഭർത്താവ് വീട്ടിലത്തെ പണിയൊന്നും എടുക്കില്ല. അപ്പൊ എപ്പോഴും ഒരു പുരുഷാധിപത്യത്തിന്റെ കാലമായിരുന്നു. അതായത് വോൾട്ടേജ് ലീഡ് ചെയ്യും, കറണ്ട് ലാഗ് ചെയ്യും. കറണ്ടാണ് നമ്മൾ ഭാര്യ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിച്ചത്, വോൾട്ടേജ് നമ്മൾ ഭർത്താവിനായിട്ട് ഉദ്ദേശിച്ചു. അപ്പൊ പണ്ടത്തെ കാലത്തെ ഭാര്യ ഭർത്താക്കന്മാരുടെ പോലെയാണ് ഇൻഡക്ടർ ഓൺലി സർക്യൂട്ടിൽ കറണ്ട് ലാഗ് ചെയ്യും വോൾട്ടേജിനേക്കാൾ. അതേ സമയത്ത് നിങ്ങളുടെ കാലഘട്ടത്തിൽ നിങ്ങൾ കല്യാണം കഴിക്കാൻ പോകുമ്പോൾ പെൺകുട്ടികൾ ഇങ്ങനെ അടിച്ചു കയറിക്കുക. എല്ലാ എൻട്രൻസ് പരീക്ഷകളിലും എല്ലാ കോമ്പറ്റേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളിലും ഒക്കെ പെൺകുട്ടികൾ മുമ്പിൽ കയറുക. ആൺകുട്ടികളെ ശ്രദ്ധിച്ചോ. അപ്പൊ നിങ്ങളുടെ കാലം വരുമ്പോൾ കപ്പാസിറ്റർ ഓൺലി സർക്യൂട്ട് പോലെയാകും. എങ്ങനെയാവും? ഭാര്യ മുമ്പിൽ നടക്കും, ഭർത്താവ് പിന്നിൽ നടക്കും. ഭാര്യ ജോലിക്ക് പോവും, ഭർത്താവ് വീട്ടിലെ പണി നോക്കും. ഭാര്യ മറത്തിരിക്കുമ്പോ ഭർത്താവ് അടുക്കളയിൽ അല്ലെങ്കിൽ അപ്പുറത്ത് അലക്കിക്കൊണ്ടിരിക്കുന്നുണ്ടാവും, അല്ലെങ്കിൽ ഭക്ഷണം പാചകം ചെയ്യുന്നുണ്ടാവും. ഭർത്താക്കന്മാർക്ക് പണിയില്ലാത്ത കാലമായി. കാരണം പഠനം മുഴുവൻ, ജോലി മുഴുവൻ വാങ്ങിക്കുന്ന പെൺകുട്ടികളായിട്ട് മാറും. അപ്പൊ കപ്പാസിറ്റർ ഓൺലി സർക്യൂട്ട് ഇനി വരാൻ പോകുന്ന നിങ്ങളുടെ കാലഘട്ടം പോലെയാകാൻ സാധ്യതയുണ്ട്. ഭാര്യ ലീഡ് ചെയ്യും, ഭർത്താവ് ലാഗ് ചെയ്യും. കറണ്ട് ലീഡ് ചെയ്യും, വോൾട്ടേജ് ലാഗ് ചെയ്യും. അപ്പൊ ഈ ഒരു എക്സാമ്പിൾ ഓർമ്മിച്ച് നമുക്ക് വേഗം മനസ്സിലാവും. തൽക്കാലം ഇന്നത്തെ ക്ലാസ് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. നാളെ നമുക്ക് സീരീസ് LCR സർക്യൂട്ടുമായി തിരിച്ചു വരാം. ഓക്കെ, താങ്ക് യു, ബൈ.